എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് 2025 ഇപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം മുന്നേ നടന്ന ഒരു എക്സാമിൻ്റെയാണ്. ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് പറയുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നോക്കൂ. The bucket of flowers smell good. The bucket of flowers smells good. The bucket of flowers are smelling good. The bucket of flowers were smelling good. ഇതിലെ ഏതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുക? The bucket of flowers smells good. B എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Next question. Dash Europeans conquered many parts of the world before First World War. ആർട്ടിക്കിൾ ഏതാണ് ഉപയോഗിക്കുക? യൂറോപ്യൻ എന്നുള്ളതിന് ആ പർട്ടിക്കുലർ യൂറോപ്യൻസിനെയാണ് പറയണേ അല്ലെ? ആ ഫസ്റ്റ് വേൾഡ് വാറിന് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാറിലുള്ള ആ യൂറോപ്യൻസ്. അപ്പൊ ദ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. None of the boys have finished the homework. None of the boys എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ടാഗ് എന്ത് വരും? പോസിറ്റീവ് ആയിട്ട് പറയും അല്ലെ? ഹാവ് ദേ എന്നുള്ളതാണ് അതിന്റെ ടാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം. ടുമോറോ വരാനിരിക്കുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വി വിൽ സ്റ്റേ അറ്റ് ഹോം. Next question. Alex said, I have finished my task. Choose the correct conversation into indirect speech. Answer എന്താ വരിക? Alex said that he had finished his task. Next question. Which of the following words is the closest in the meaning to delinquent? Answer B ആണ് criminal. Next question. Select the antonym of derelict. Answer എന്താ വരാ? Attentive എന്നുള്ളതാണ് കേട്ടോ. Next question. The teacher asked the students to dash their assignment before submitting it. Look over a handwriting that cannot be read. എന്താണ് അതിന് പറയാ? Illegible. Next question. The idiom on cloud 9 means. Answer D. Extremely happy or elated. നെക്സ്റ്റ് മലയാളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണ്? വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം. ഇതാണോ ശരിയായിട്ടുള്ളത്? ഏതാ? പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം. യഥാർത്ഥം ഇങ്ങനെയല്ല എഴുതുക. യഥാതഥം എന്നുള്ളത് ശരിയാണ് അല്ലെ? യഥാർത്ഥമല്ല, യഥാതഥം. അത് ശരിയാണ്. പിന്നെ ഏതാണ്? പാടവം, അതിർത്തി, പഠിതാവ്, വ്യവസ്ഥ, ഹാർദം, സൃഷ്ടാവ്. അതാണ് തെറ്റ് എന്ന് തോന്നുന്നു. അപ്പൊ ഏതാണ്? 1ഉം 3ഉം അല്ലേ ശരിയായിട്ടുള്ളത്? സി എന്നുള്ളതാണ് ഓപ്ഷൻ വരിക. മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹോന്നതം പിരിച്ചെഴുതുക. മഹത് പ്ലസ് ഉന്നതം, മഹോന്നതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം. സ്വാധീനം, വിപരീതം. സ്വാധീനം വിപരീതം എന്താ വരിക? പരാധീനം. നെക്സ്റ്റ്. മേദിനി എന്ന വാക്ക് സമാനമായ പദം ഏത്? മേദിനി, ഭൂമി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കി ഇല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വായിച്ചു നോക്കുക. ശരിയായ വാക്യം ഏതാണ്? ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. രക്ഷകൻ രക്ഷിക, സ്വാമി സ്വാമിജി, കാന്തൻ കാന്ത. ആൻസർ ബി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സ്വാമി സ്വാമിനിയാണ് കേട്ടോ, സ്വാമിജി അല്ല. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. കാണുന്നയാളെ നമ്മൾ എന്താ പറയാ? പ്രേക്ഷകൻ. നെക്സ്റ്റ് ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. പ്രാദേശികാധിപത്യം, ടെറിട്ടോറിയൽ ഡോമിനേഷൻ. നെക്സ്റ്റ് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഉണ്ട ചോറിൽ കല്ലിടരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.